ഹായ് ഓൾ, കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, അതേപോലെ ചീഫ് അക്കൗണ്ടന്റ്, കേരള ബാങ്കിന്റെ വിവിധ തസ്തികകളിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്, ബാങ്കിങ്ങിൽ സർഫാസി ആക്ട്. അപ്പൊ സർഫാസി ആക്ടിനെ പറ്റിയുള്ള കുറച്ച് വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം. സർഫാസി ആക്ട് 2002. സർഫാസി ആക്ട് വന്നിരിക്കുന്നത് 2002 ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട് 2002 എന്നുള്ളതാണ് സർഫാസി ആക്ടിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്, പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുണ്ട്. ദ സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആണ്, ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട് വന്ന വർഷം 2002. ഇതിനെയാണ് നമ്മൾ സർഫാസി ആക്ട് എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ലോയിലാണ് ഈ ഒരു നിയമം വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇറ്റ് അലൗസ് ദ ബാങ്ക്സ് ആൻഡ് other financial institutions to auction the residential or commercial properties of the defaulter to recover loans. അപ്പൊ ഇത് ഈ ഒരു നിയമം, സർഫാസി നിയമത്തിലൂടെ എന്താണ് ചെയ്യുന്നത്? ഈ പറയുന്ന വീഴ്ച വരുത്തിയിരിക്കുന്ന വീഴ്ചക്കാരനെയാണ് നമ്മൾ ഡിഫോൾട്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ പണം അടക്കാനായിട്ട് പറ്റാതെ വീഴ്ച വരുത്തിയിരിക്കുന്ന ആളെയാണ് നമ്മൾ ഡിഫോൾട്ടർ എന്ന് പറയുന്നത്. അത്തരത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയോ ജപ്തി ചെയ്തുകൊണ്ട് ആ പറയുന്ന ലോണിന്റെ തുക ഈടാക്കാനായിട്ടുള്ള നിയമത്തെ വിളിക്കുന്ന ജപ്തി നിയമത്തെയാണ് നമ്മൾ സർഫാസി ആക്ട് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്നുള്ളത് വന്നത് ARCIL ആണ്. ARCIL ആണ് ആദ്യത്തെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ ARCILന്റെ ഫുൾ ഫോം അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി. By virtue of Sarfasi Act 2002, the Reserve Bank of India has all the authority to register and regulate the asset reconstruction company. അപ്പോൾ ഈ പറയുന്ന സർഫാസി ആക്ട് 2002 വന്നതോടുകൂടി അസറ്റ് റീകൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനികളെ, അങ്ങനെയുള്ള കമ്പനികളെയും അതുപോലെ തന്നെ ബാങ്കിനെയും റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള നിയന്ത്രണവും ആരുടെ കയ്യിൽ വന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു പഠന രീതി, പുതിയൊരു പഠന രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പഠന രീതിയാണ്. അപ്പൊ ഈ ഒരു സ്ലൈഡുമായി ബന്ധപ്പെട്ടുള്ള ഏതെല്ലാം ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്, ആ ഒരു ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് സർഫാസി ആക്ട് 2002? അപ്പൊ സർഫാസി ആക്ട് 2002ന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? പലവട്ടം പരീക്ഷയ്ക്ക് വന്നാണ്. എന്താണ്? റിക്കവറി ഓഫ് ലോൺസ് ത്രൂ പ്രോപ്പർട്ടി ഓപ്ഷൻ. അപ്പൊ ഈ പറയുന്ന പ്രോപ്പർട്ടി ജപ്തി ചെയ്തുകൊണ്ട് ലോൺ റിക്കവറി നടത്തുക എന്നുള്ളതാണ് സർഫാസി ആക്ടിന്റെ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. ഇനി which was the first asset reconstruction company established under സർഫാസി ആക്ട്? സർഫാസി ആക്ടിന്റെ കീഴിൽ വന്ന ആദ്യത്തെ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഏതാണെന്ന് വെച്ചാൽ അത് ARCIL ആണ്. ഇനി അണ്ടർ വിച്ച്, മൂന്നാമത്തെ ചോദ്യം, അണ്ടർ വിച്ച് ആക്ട് വാസ് ദ ഫസ്റ്റ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഓഫ് ഇന്ത്യ സെറ്റപ്പ്? അപ്പൊ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഏത് ആക്ട് പ്രകാരമാണ് സെറ്റ് ചെയ്തത് എന്ന് നേരെ തിരിച്ചു ചോദിച്ചാൽ അതിന്റെ ഉത്തരം സർഫാസി ആക്ട് 2002 എന്നുള്ളതാണ്. ഇനി സർഫാസിയുടെ എക്സ്പാൻഡഡ് രൂപം, അതും പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അതിൽ S സ്റ്റാൻഡ്സ് ഫോർ ചോദിച്ചിട്ടുണ്ട്, R സ്റ്റാൻഡ്സ് ഫോർ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പൂർണ്ണ രൂപം പഠിച്ചു നോക്കുക. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ആക്ട് എന്നുള്ളതാണ് സർഫാസിയുടെ പൂർണ്ണ രൂപം. ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. യെസ്, അടുത്ത സ്ലൈഡിലേക്ക് വരുമ്പോൾ സർഫാസി ആക്ട് 2002 അണ്ടർ ദിസ് ആക്ട് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈട് കിട്ടിയിരിക്കുന്ന ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്. അപ്പൊ ഈട് നൽകുന്നത് നമ്മൾ ആർക്കൊക്കെ ഈട് നൽകുന്നത്? ബാങ്കുകൾക്ക് ഈട് നൽകാറുണ്ട്. വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്കുകൾക്ക് ഈട് നൽകാറുണ്ട്, അല്ലെ? മോർഗേജ് ലോണുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ബാങ്കിന് നമ്മൾ വസ്തുവിന്റെയോ ഒരിടത്തിന്റെയോ ആധാരം നൽകാറുണ്ട്, അങ്ങനെ ഈട് നൽകാറുണ്ട്.
അപ്പൊ അങ്ങനെ ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവിംഗ് മെനി റൈറ്റ്സ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് അണ്ടർ സെക്ഷൻ 13 ഓഫ് സർഫാസി ആക്ട്. അപ്പൊ ഈ പറയുന്ന സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന് അവകാശം കൊടുക്കുന്നത് സെക്ഷൻ 13 പ്രകാരമാണ്. If the borrower of the financial assistance default on repayment, ഏതെങ്കിലും ഒരു ബോറോവർ വായ്പ എടുത്തിരിക്കുന്ന ആള് റീപേയ്മെന്റ് മുടക്കുകയാണ് എങ്കിൽ, ലോണിന്റെ റീപേയ്മെന്റ് മുടക്കുകയാണ് എങ്കിൽ, ആൻഡ് ദർ അക്കൗണ്ട് ഈസ് ക്ലാസിഫൈഡ്, അങ്ങനെ അവരുടെ അക്കൗണ്ടുകളെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ഇപ്പൊ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് 90 ദിവസമായിട്ട് മുതലോ പലിശയോ ലഭിക്കാത്ത വായ്പ അല്ലെങ്കിൽ ലോണുകളെ, ആ ലോണുകൾ അല്ലെങ്കിൽ ആ അസറ്റിനെയാണ്, ബാങ്കിന്റെ അഡ്വാൻസ് എന്ന് പറയുന്ന അസറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ 90 ദിവസമായിട്ട് മുതലോ പലിശയോ ലഭിക്കാത്ത വായ്പകളെ നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നു. ബൈ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, then the secured creditors may repossess the securities asset before the expiry of the period limitation by the return notice. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന വായ്പ എടുത്തിട്ട് അടച്ചിട്ടില്ല എങ്കിൽ എന്താണ്, അവരെന്ത് ചെയ്യും? അവര് റീപൊസിഷൻ, ആ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി, ഈട് നൽകിയിരിക്കുന്ന സെക്യൂരിറ്റി എന്താണോ ആ ഈട് നൽകിയിരിക്കുന്ന സെക്യൂരിറ്റി അവര് തിരിച്ചു പിടിക്കും. അതാണ് സർഫാസി ആക്ടിൽ ചെയ്യുന്നത്. ഇനി ആക്ട് നമ്പർ 54 2002 ആക്ട് നമ്പർ 54 ആണ് സർഫാസി ആക്ട്. ആക്ട് എനാക്ട് ചെയ്തിരിക്കുന്നത് 17 ഡിസംബർ 2002 ആക്ട് എനാക്ട് ചെയ്തിരിക്കുന്നത്. ആക്ട് എന്ന് തുടങ്ങിയാണ് പ്രാബല്യത്തിൽ വന്നത്, കമൻസ്ഡ് ഫ്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 21 ജൂൺ 2002. അത് പലവട്ടം പരീക്ഷയ്ക്ക് വന്നാണ് 21 ജൂൺ 2002. ഇനി ഏത് കമ്മിറ്റിയാണ് ശുപാർശ ചെയ്ത് റിപ്പോർട്ട് നൽകിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നരസിംഹം കമ്മിറ്റി 1 and 2 അതേപോലെ തന്നെ അന്ത്യാർജുന കമ്മിറ്റിയും ചേർന്നാണ് സർഫാസി ആക്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട്, ഈ സ്ലൈഡുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. സർഫാസി ആക്ട് എനാക്ട് ചെയ്തത് 17 ഡിസംബർ 2002. സർഫാസി ആക്ട് കേം ഇൻ ടു ഫോഴ്സ് ചോദിച്ചാൽ 21 ജൂൺ 2002. സർഫാസി ആക്ട് എനാക്ട് ചെയ്തത് ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ നരസിംഹം കമ്മിറ്റി 1 and 2 അതുപോലെ തന്നെ അന്ത്യാർജുന കമ്മിറ്റിയും. ഇനി വാട്ട് ഈസ് ഗ്രാൻഡഡ് ടു ദ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടുത്തെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അണ്ടർ സെക്ഷൻ 13 ഓഫ് സർഫാസി ആക്ട്. സർഫാസി ആക്ട് സെക്ഷൻ 13 പ്രകാരം ഈ പറയുന്ന വായ്പ കൊടുക്കുന്ന ബാങ്കുകൾക്കോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങൾക്കോ എന്ത് ഉറപ്പാണ് കൊടുക്കുന്നത്? എന്താണ്? റൈറ്റ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ്. ആ പറയുന്ന സെക്യൂരിറ്റി, അതിന്മേലുള്ള താല്പര്യം എന്താണ്, അവർക്ക് അത് വീണ്ടെടുക്കാനായിട്ട്, അവർക്ക് അവരുടെ പണത്തിന് പകരം ആ പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി അവർക്ക് കണ്ടുകെട്ടാനായിട്ടുള്ള അവകാശം, അതാണ് പറയുന്നത് റൈറ്റ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്ലൈഡ് എല്ലാവരും നോക്കി മനസ്സിലാക്കുക. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.